തിരൂർ ആലത്തിയൂർ സ്കൂളിൽ RSS ഗണഗീതം പാടിയ സംഭവത്തിൽ അധ്യാപകർക്ക് BJP സംരക്ഷണം നൽകുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ. കുട്ടികൾ പാടിയത് ദേശഭക്തിഗാനമാണെന്നും പ്രധാനാധ്യാപിക അധ്യാപകർക്കെതിരെ നടപടിയെടുക്കുമെന്ന് എഴുതി നൽകിയത് തെറ്റാണെന്നും അദ്ദേഹം ആരോപിച്ചു. ആ ദേശഭക്തിഗാനത്തിന്റെ കോപ്പി നിങ്ങൾക്കെല്ലാം ഞാൻ ഇവിടെ വിതരണം ചെയ്തുകൊണ്ട് കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ കോപ്പിയിൽ ഈ ദേശഭക്തിഗാനത്തിൽ എവിടെയാണ് ദേശവിരുദ്ധതയുള്ളത്? എവിടെയാണ് ഈ ദേശഭക്തിഗാനത്തിൽ RSSനെ കുറിച്ച് പറയുന്നത്? സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറയുന്നത് വർഗീയതയാണോ? ഭഗത് സിംഗിനെ കുറിച്ച് പറയുന്നത് വർഗീയതയാണോ? ഝാൻസി റാണിയെക്കുറിച്ച് പറയുന്നത് വർഗീയതയാണോ? അതുപോലുള്ള വീരപുരുഷന്മാരെ പുകഴ്ത്തിക്കൊണ്ട് മനോഹരമായ രീതിയിൽ കുട്ടികൾ പാടി. ആ പാടിയ കുട്ടികൾക്ക് വർഗീയത ഉണ്ടായിരുന്നില്ല. ആ പാടിയ കുട്ടികൾക്ക് മതമുണ്ടായിരുന്നെങ്കിലും ആ പാടുന്ന സമയത്ത് മതമുണ്ടായിരുന്നില്ല. അവർ മനോഹരമായി അത് പാടി, അത് വൈറലായി, എല്ലാവരും ആസ്വദിച്ചു. അത് കേട്ട അധ്യാപകരിൽ ഹിന്ദു അധ്യാപകരുണ്ടായിരുന്നു, അവർക്കൊന്നും തോന്നിയില്ല. അത് കേട്ടവരിൽ മുസ്ലിം അധ്യാപകരുണ്ടായിരുന്നു, അവർക്കൊന്നും തോന്നിയില്ല. അത് പാടിയവരിൽ രണ്ടു കൂട്ടരും ഉണ്ടായിരുന്നു, അവർക്കൊന്നും തോന്നിയില്ല. PTA-ക്കാരുണ്ടായിരുന്നു. അന്നൊന്നും തോന്നാത്ത ഒരു കാര്യം എന്തുകൊണ്ടാണ് 2-ാം തീയതി ഉണ്ടായത്? ഇതിനർത്ഥം ദേശസ്നേഹികളായിട്ടുള്ള ദേശഭക്തി ഗാനം ആലപിച്ചതിൻ്റെ പേരിൽ അത് RSSന്റെ ശാഖയിൽ പാടുന്ന ഗണഗീതമാണ് എന്നതുകൊണ്ട് അത് പാടാൻ പാടില്ല എന്ന തിട്ടൂരമിറക്കാൻ ഇവരൊക്കെ ആരാണ്? ദേശഭക്തി ഗാനം BJP അല്ലെങ്കിൽ RSSന്റെ ശാഖയിൽ മാത്രം പാടുന്നതാണോ? കോൺഗ്രസ്സുകാർ ദേശഭക്തി ഗാനം പാടാറില്ലേ? സാരേ ജഹാം സെ അച്ഛേ ഹിന്ദു സിതാ ഹമാരെ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലാമ ഇക്ബാലാണല്ലോ. ആ ഇക്ബാലിൻ്റെ ഗാനം RSSന്റെ ശാഖയിൽ ആലപിച്ചാൽ അത് മറ്റെവിടെയും പാടാൻ പാടില്ല എന്ന് പറയാൻ കഴിയുമോ? ഇനി മറ്റൊരു കാര്യം നിങ്ങളുടെ മുന്നിൽ വയ്ക്കാം. ഈ RSSന്റെ ശാഖയിൽ പാടുന്ന ഗണഗീതങ്ങൾ അത് ദേശഭക്തി ഗാനങ്ങളാണ്. ആ ദേശഭക്തി ഗാനങ്ങൾ സ്കൂൾ കലോത്സവങ്ങളിൽ, സബ് ജില്ലാ കലോത്സവങ്ങളിൽ, ജില്ലാ കലോത്സവങ്ങളിൽ, സംസ്ഥാന കലോത്സവങ്ങളിൽ പാടി നിരവധി പേർ സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതിൽ ONVയുടെ ഗാനങ്ങളുണ്ട്, സുഗതകുമാരിയുടെ ഗാനങ്ങളുണ്ട്, വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ഗാനങ്ങളുണ്ട്, അക്കിത്തത്തിൻ്റെ ഗാനങ്ങളുണ്ട്. ആരുടെ ഗാനമെന്ന് നോക്കിയിട്ടല്ല, ആരാണോ ദേശഭക്തി പ്രചോദിതമായ ഗാനങ്ങൾ രചിക്കുന്നത് അവരുടെ പാട്ടുകൾ പാടി അതെല്ലാം തന്നെ വൈറലായിട്ടുണ്ട്. CCN മലപ്പുറം.